ഇത് നമ്മൾ മുമ്പത്തെ രാജകീയ സിസ്റ്റം അതിലിപ്പോൾ ഒരു പുതിയ ടൈപ്പിൽ വന്നതാണ്. ഇനി ലോകത്തിൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി മറ്റൊരു രാജ്യത്തിന് ഇതേപോലെ ഡെവലപ്പ് ചെയ്ത് കീഴടക്കാൻ പറ്റാത്തോളത്തോളം ഡെവലപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവർ. അത്രത്തോളം വെറൈറ്റികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇവിടുത്തെ സ്വീകരണവും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ കണ്ടെങ്കിൽ ക്യാമറയും ഒരാൾ ഇതൊക്കെ കൊടുക്കുന്ന ഇതേപോലെ വലിയ ഫാക്ടറികൾ, വലിയ ആൾക്കാർ, ഭരണകർത്താക്കൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ആ ഫർണിച്ചർ ഇവർ സെലക്ട് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു വീട്ടിലേക്കോ ഒരു റിസോർട്ടിലേക്കോ ആവശ്യമുള്ള ഇതേപോലത്തെ പ്രധാന സംഗതികൾ വരെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 100% നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഐഡിയയും ഇതിൻ്റെ ബഡ്ജറ്റും തീരുമാനിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇത് കണ്ടെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഫിനിഷിങ്, ഈ മെറ്റീരിയൽ സെലക്ഷന് ഇത് നമ്മൾ വേറെ കണ്ടിട്ടേ ഉണ്ടാവില്ല. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മൾ ഗോൺസോയിൽ, നിങ്ങൾക്കറിയാമല്ലോ ഗോൺസോ പ്രധാന ഒരു ബിസിനസ് സെൻ്ററാണ്. ഇവിടെയാണ് ക്യാൻറ്റൻ ഫെയർ നടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അവിടേക്കുള്ള ഒരു ഫർണിച്ചറിൻ്റെ വലിയ മാളും ഒരു വലിയ ഫാക്ടറി ഔട്ട്ലെറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ, കാണേണ്ട. ലോകത്തിലെ ഏറ്റവും പുതിയ ഫർണിച്ചറുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. അടുത്തത് ലൈറ്റ് മാർക്കറ്റ്, അതായത് ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ മാർക്കറ്റ്. ഇത് 2 മാർക്കറ്റ് കൂടി നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് വിത്ത് ഫാമിലി. അപ്പോൾ ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ചെയ്ത വണ്ടിയുമായിട്ടാണ് നമ്മൾ യാത്ര. അപ്പോൾ നമുക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ, നിങ്ങൾ ഇതുവരെ കണ്ട കാഴ്ചകളല്ലാത്ത പുതിയ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. അപ്പോൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഫർണിച്ചർ മാർക്കറ്റിൽ ഫസ്റ്റിൽ എത്തിയത് കേട്ടോ. ഇവിടെ നമ്മളെ വാഹനം ഇതാണ്. ഇത് വലിയൊരു വാഹനത്തിലാണ് നമ്മൾ വന്നത്. വലിയ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ 6 പേരുണ്ട് ഫാമിലീൻ്റെ. അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് നോക്കാം. പല ടീമുകൾ, പല ആൾക്കാർ വരുന്നുണ്ട്. വരുന്ന ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പല സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ഫാക്ടറിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ കാഴ്ചയിലേക്ക് പോകട്ടോ. ഇനി കാഴ്ചകളാണ്. അപ്പം നമ്മൾ ഈ ഫർണിച്ചർ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇത് 12 വർഷം മുമ്പ് സെറ്റായ ഒരു മോളാണ്. ആദ്യം ഫർണിച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഔട്ട്ലെറ്റുകളായിട്ടും ഫാക്ടറി ഔട്ട്ലെറ്റുകളായിട്ടും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഹോൾസെയിൽ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ളതായിരുന്നു. പകരം അതിന് ശേഷം ഇവർ ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ്, അതായത് ലോകത്ത് നമ്മൾ ഏത് കാറ്റഗറി ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു ഇതേപോലത്തെ ഒരു സമുച്ചയം കണ്ടെങ്കിൽ ഇത് എല്ലാ രാജ്യങ്ങളുടെയും കൊടി പോലും വെച്ചതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത്രത്തോളം വെറൈറ്റികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇവിടുത്തെ സ്വീകരണവും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫും എല്ലാം. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരെ കണ്ടെങ്കിൽ ക്യാമറയും ഒരാൾ ഇതൊക്കെ കൊടുക്കുന്ന ഇതേപോലെ വലിയ ഫാക്ടറികൾ, വലിയ ആൾക്കാർ, ഭരണകർത്താക്കൾ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവർ വരുമ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്വീകരണവും അവർക്ക് പറഞ്ഞു കൊടുക്കലും അവരുടെ സംശയങ്ങളും അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു കാറ്റഗറി ലെവലിൽ ഇവർ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ അതിനുള്ള സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലോകത്തിൽ ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി മറ്റൊരു രാജ്യത്തിന് ഇതേപോലെ ഡെവലപ്പ് ചെയ്ത് കീഴടക്കാൻ പറ്റാത്തോളത്തോളം ഡെവലപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവർ. ഇനി ഇവിടുത്തെ അപ്ഡേഷനാണ് വേറൊരു പ്രത്യേകത. ഇവിടുത്തെ അപ്ഡേഷൻ്റെ പ്രത്യേകത എന്താ അറിയോ? ലോകത്തിൽ ആവശ്യമുള്ള എന്ത് സംഗതിയും ഫർണിച്ചർ പരമായിട്ട് കേട്ടോ ഞാൻ പറയുന്നത്, ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബിൽഡിങ് അല്ലെങ്കിൽ വീട്
അല്ലെങ്കിൽ വേറെ എന്താ പറയുക, നമ്മൾ റിസോർട്ട്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ വേണ്ട എന്ത് ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളും ലോഞ്ച് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇതിനോട് ആഡ് ചെയ്തും കൊണ്ട് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ജിമ്മിൻ്റെ ഇതുപോലൊക്കെ വീടുകൾക്കും റിസോർട്ടുകൾക്കൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉള്ള പ്രോഡക്റ്റ് വരെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടോ, നമ്മളിപ്പോൾ ഫർണിച്ചർ വെക്കുമ്പോൾ ആ ഫർണിച്ചർ ഇവർ സെലക്ട് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു വീട്ടിലേക്കോ ഒരു റിസോർട്ടിലേക്കോ ആവശ്യമുള്ള ഇതേപോലത്തെ പ്രധാന സംഗതികൾ വരെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം 4 ഭാഗങ്ങളിൽ നിന്നുള്ള വഴികളാണ് നമുക്കുണ്ടാവുക. ഇതേപോലെ ഇത് ലിഫ്റ്റ് കണ്ടങ്ങൾ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതേപോലത്തെ ലിഫ്റ്റ് ഉണ്ടാവും. പിന്നെ 4 ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വരുമ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സെൻട്രൽ ഒരു റിസപ്ഷൻ ഇവിടെ കാണാം. അതേപോലെ നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് ലക്ഷറിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു ഡൈനിങ്, അതേപോലത്തെ പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് ഫസ്റ്റ് ഏരിയകളിൽ കാണാം. ഇതൊക്കെ ഏറ്റവും ഡിഫറൻറ്റും ഇൻഡിവിജ്വൽ സിംഗിൾ പീസായിരിക്കും. ഈ പീസ് വേറൊരു സ്ഥലത്ത് പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല. ആ രീതിയിൽ ഒരു ആൻറ്റിക് ലുക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത കുറേ ഡൈനിങ് ടേബിൾസും നമുക്കിവിടെ കാണാൻ പറ്റും. ഫർണിച്ചറുടെ കാര്യത്തിൽ നമ്മളിവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തതാണ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇവിടുത്തെ ഡിസ്പ്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്കിവിടെ കാണുന്നത്. ഓരോ ഭാഗങ്ങളിലും ഓരോ വെറൈറ്റി, ഓരോ കാലഘട്ടത്തിൻ്റെത്, ഓരോ നാടിനനുസരിച്ചത്, ഓരോ മെറ്റീരിയൽ ഡിഫറൻറ്റ്, അങ്ങനെ വേണ്ട നമുക്ക് ഒരു ഫുൾ സെറ്റിങ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇത് ഈ മോള് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പ്രോജക്റ്റ്, ഒരു വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഈ ഒരു റിസോർട്ടാണെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈന് നമ്മൾ ഇവിടെ വന്ന് ഒരിക്കൽ കണ്ടതിന് ശേഷം ഇവിടുത്തെ ഡിസൈന് കൂടി മനസ്സിലാക്കി നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസൻ്റെ ലാഭവും ഏറ്റവും പുതിയ ഡിസൈനും ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയലും, അങ്ങനെ വേണ്ട നമുക്ക് എല്ലാ രീതിയിലും ഭയങ്കരമായ അഡ്വാൻറ്റേജ് ആയിരിക്കും ഇവിടെ വന്ന് ഒരിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിച്ചു തരികയും കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുക, നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരിക എന്നതിലുപരി മറ്റ് കൂടുതൽ ഡീറ്റെയിൽസുകൾ ചെയ്യാനുള്ള സമയമോ അതിനുള്ള എന്താ പറയുക വീഡിയോൻ്റെ ലെങ്ത്തോ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. അത്രയും വലിയതായിപ്പോവും നമ്മൾ കൂടുതൽ ഡീറ്റെയിലിലേക്ക് കടന്നാൽ. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ചൈനയിലാണ്, ഈ ഫോഷാനാണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ കമ്പനികളും ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനികളും ഇപ്പം ചൈനയിലാണ്. കാരണം ഇവിടെയാണ് അതിൻ്റെ മാർക്കറ്റ്, ഇവിടെയാണ് അത് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സെറ്റായ ഒരു സ്ഥലം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയാണെങ്കിലും അവിടേക്കുള്ള ഫർണിച്ചറും അതിൻ്റെ ഡിസൈനുകളും അതിൻ്റെ ഐഡിയാസും ബഡ്ജറ്റ് പോലും നമുക്ക് ഇവിടുത്തെ ഒരു വിസിറ്റോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ട് തീരുമാനിക്കാൻ പറ്റും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ നമ്മൾ ഒരു ഷോറൂമോ അങ്ങനെയൊന്നും കാണരുത്, നിങ്ങൾ ഒരു ലോകമായിട്ട് കാണണം. നിങ്ങൾ സ്വപ്നങ്ങളിൽ ഒരു ഫർണിച്ചറോ ഒരു ഡിസൈനോ ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും മനസ്സിൽ കാണുമ്പോൾ ഫസ്റ്റ് വിസിറ്റ് നിങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ, ഒരുപാട് ലാഭങ്ങളും ഒരുപാട് മനസ്സമാധാനവും ഒരുപാട് സ്വപ്നങ്ങൾ സാധിക്കുന്ന ഒരു രീതി കൂടിയാണ്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾ ഒരു പ്രോജക്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീടായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ റിസോർട്ട് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കൽ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള എല്ലാ മാളുകളും, കുറച്ചും കൂടി മാളുകൾ ഇവിടെ വേറുണ്ട്, മാളുകൾ വിസിറ്റ് ചെയ്ത് ഒരാഴ്ച നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചാൽ 100% നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഐഡിയയും ഇതിൻ്റെ ബഡ്ജറ്റും തീരുമാനിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പം നമ്മൾ ഇതിൻ്റെ ഓരോ ഫ്ലോറും വിസിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള എന്താ പറയുക, ഈ എപ്പിസോഡിൽ നമുക്ക് ടൈം കിട്ടൂല. കൂടുതൽ ഞാൻ കാണിച്ച് നിങ്ങളെ എന്താ പറയുക വലിപ്പിച്ച് കാണിച്ചത് കൊണ്ടും കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാന ക്രീമായിട്ടുള്ള കാര്യങ്ങളും ക്രീമായിട്ടുള്ള വിഷയങ്ങളും മാത്രം ഞാൻ കാണിക്കുകയും
പറയുകയും ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം നമ്മളെ നാട്ടിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ റൗണ്ട് ടേബിളിൻ്റെ കണ്ടില്ലേ, ഈ ടേബിളിൻ്റെ നല്ല മെറ്റീരിയൽസ്, ചെയറൊക്കെ കണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയൊരു ബഡ്ജറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നാട്ടിലെത്തിക്കാൻ പറ്റും എന്നത് വലിയൊരു പ്രത്യേകത കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് വീടുകൾ എടുക്കാൻ വരുന്ന ആൾക്കാർ ഒരു മീഡിയം ക്ലാസ് തന്നെ ഇവിടെ ഫാമിലി ആയിട്ട് വന്ന് ഒരു ടൂറ് പോലെ വന്ന് അതിൻ്റെ ഡിസൈനും അതിൻ്റെ സെലക്ഷനും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യാം. ഇതിൽ നിങ്ങൾ ഒരു വീട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ആ വീടിലേക്ക് കാണുന്ന ബഡ്ജറ്റിൽ ഒരു കുറച്ച് പൈസ നിങ്ങൾക്ക് അതിൽ മൊത്തം സേവ് ആവുകയും ചെയ്യും. നിങ്ങളെ ഫാമിലിയിലെല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാനും കൂടി കഴിയും. ഇതൊക്കെ നേരിട്ട് കാണാനും പറ്റും എന്നത് വലിയൊരു സംഗതിയാണ്. ഇത് കണ്ടങ്ങൾ ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഫിനിഷിങ്, ഈ മെറ്റീരിയൽ സെലക്ഷന് ഇത് നമ്മൾ വേറെ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സംഗതികളാണ് ഇവരിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ കുറവായിരിക്കും കേട്ടോ. നമ്മൾ കാൽക്കുലേഷൻ നമ്മളെ നാട്ടിലത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും ഇവിടുത്തെ. അപ്പോൾ ഇതിൽ ഈ മോളുടെ ഉള്ളിൽ ഇവർ എല്ലാ സൗകര്യങ്ങളും ടൂറിസ്റ്റുകൾക്കൊക്കെ അടയാളം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ, സോഫിറ്റൽ ഫോർഷാൻ ഒരു ഹോട്ടലിൻ്റെ താട്ടോ, അവിടേക്കുള്ള ബിസിനസ് ടൂറിസ്റ്റ് സർവീസ് സെൻറ്റർ. എന്ത് ഡൗട്ടുകൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ വിത്ത് ഇൻഫർമേഷനായിട്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേൾഡ് മാർക്കറ്റ് കൈകാര്യം ചെയ്യുക എന്ന രീതിയിലാണ് ഇവരിവിടെ പുതിയ സെറ്റപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ മറ്റൊരു സൈഡിലൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരത്തെ വന്നത് മറ്റൊരു വഴി, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വഴി. അപ്പോൾ ഇവിടുത്തെ ഓരോ ഡിസൈനും ഡെക്കറേഷനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്, അത് വീടായിക്കോട്ടെ, റിസോർട്ടായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, എന്ന് വേണ്ട എല്ലാ പ്രോഡക്റ്റും എനി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഈ മോളിലൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പുതിയ ഐഡിയകളും എസ്പെഷ്യലി ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയും പൈസ സേവ് ആവുകയും അനാവശ്യമായ ചിലവുകൾ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കിയെടുക്കാനും കൂടി സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. മറ്റൊരു ഭാഗത്തേക്ക് ഇതുപോലെ എസ്കുലേറ്ററിൽ നമുക്ക് കയറിയിട്ട് ഇത്രയും ഫ്ലോറുകളിൽ നമുക്ക് കയറി കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഫ്ലോറിൽ ഡിഫറെൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറുന്നതിനനുസരിച്ച് ഓരോ ഫ്ലോറിലും കൂടുതൽ ബ്രാൻഡിങ് പോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് സ്പെഷ്യലായിട്ടുള്ള സംഗതികൾ ഇവിടെ ഉണ്ടാവും. ഇവിടങ്ങളിലൊന്നും നമ്മൾ കണ്ട് തീരൂല ഒരിക്കലും. ഇപ്പം ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നതാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ പുതുതായിട്ട് വരുമ്പോൾ ഇവിടെ പുതിയ പുതിയ ഡിസൈനുകൾ, പുതിയ പുതിയ സെറ്റിങ്സുകൾ ഒക്കെ മാറിയിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഇത് നമുക്ക് പുതുതായിട്ട് ലിവിങ് ഹാളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ ഇപ്പോൾ ഇവർ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഓരോ ബ്രാൻഡ് നെയിമുകളും കാണാൻ കഴിയും കേട്ടോ. കാണുന്നത് ഓരോരോ ബ്രാൻഡുകളായിട്ട്, അതായത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്ന ഇവിടുത്തെ ബ്രാൻഡുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അവരിൽ തന്നെ എല്ലാ സെലക്ഷൻസും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാനുള്ള കപ്പാസിറ്റി പോലും ഇവർക്കുണ്ട്. ഇതേപോലെ ബ്രാൻഡിങ് ചെയ്തതുണ്ടാവും കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഈ ബ്രാൻഡിങ്ങിൽ ഇവരതായ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡിസൈനായിരിക്കും ഇത്. ഇതേപോലെ തന്നെ ഒക്കെ എല്ലാ രീതിയും നമുക്ക് നമ്മളെ തീമിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. എല്ലാ സംഗതികളും, ബെഡ് എന്നല്ല എല്ലാ സംഗതികളും. ഇവർ നാച്ചുർ ആൻഡ് ഹാൻഡ് മെയ്ഡ്, ഇവർ ശരിക്കും ഹെൽത്തി വരേണ്ട സംഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ മാട്രസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ സ്ലീപ്പ് തെറാപ്പി എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിമായിട്ട് അവർ യൂസ് ചെയ്തത്. ഈ ഡിസ്പ്ലേ മോളിൻ്റെ ഡിസൈൻ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും ശരിക്കും. കാരണം ഇവിടെ നമ്മൾ കണ്ടില്ല, ഇതൊക്കെ ഒരു വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഒരു 2 സെക്ഷനായിട്ട് വീടെടുക്കുമ്പം അതിൽ ഇതേപോലെ നമുക്കൊരു ബ്രിഡ്ജ് പോലെ ചെയ്ത് ഗ്ലാസ് ബോർഡർ ചെയ്ത് ശരിക്കും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഇതേപോലത്തെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എൻട്രി ഇടാവുന്നതും കൂടിയാണ് കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ പഴയ മുഗൾ കാലഘട്ടത്തിലെ ഇതുപോലെ അതേപോലെ തന്നെയാണ് ഇറ്റാലിയൻ ഒക്കെ ടച്ചിലുള്ള ഡിസൈനാണ്.
ഇതിനുള്ള എല്ലാ മെറ്റീരിയലും ഫർണിച്ചർ പരമായിട്ട് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഇവിടെ ഡിസ്പ്ലേ പോലും കാണിച്ചത്. ഇത് നമ്മൾ മുമ്പത്തെ രാജകീയ സിസ്റ്റം അതിലിപ്പോൾ ഒരു പുതിയ ടൈപ്പിൽ വന്നതാണ്. ഇത് ശരിക്കും ലെതറാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രീന് നമ്മളെ ലെതറിലാണ് ഈ സാധനങ്ങളുള്ളത്. അപ്പോൾ ഇന്നും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഈ ടൈപ്പ് ഓഫ് ഫർണിച്ചർ, ഈ കേർട്ടന് കാര്യങ്ങളൊക്കെ ഇന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ ഒരു ഗ്ലേസിങ് സ്റ്റൈലൊക്കെ മാറി. ഇതിൽ നമ്മൾ കണ്ടില്ല ഗ്ലാസിൻ്റെ വർക്ക്, അതിൽ ഉള്ളിൽ ഇത് കുറച്ച് കൂടിയും ഒന്നും കൂടിയും അപ്ഡേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ നിങ്ങൾ, സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് ഇവരെ അടുത്ത് നമ്മളിപ്പം കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ടൈപ്പിലാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് നമ്മളെ സൈസിലും നമ്മളെ ഡിസൈനും അനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ ഇതുപോലത്തെ രാജകീയമായ ഡിസൈൻ്റെ പ്രത്യേകതകൾ ഇത് ലെതറിൽ തന്നെ വിത്ത് വുഡ്, സോളിഡ് വുഡിലാണ് ഇത് സംഗതി ഉള്ളത് കേട്ടോ എപ്പോഴും. പക്ഷേ ഇതിൻ്റെ പോളിഷിൻ്റെ സ്റ്റൈലും ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസും ഒക്കെ ഒന്നുകൂടി ക്ലാസ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സിംഗിൾ ചെയർ, ഇതേപോലത്തെ വാൾഡ്രോബ്സ്, പിന്നെ റൂംസിൻ്റെ സെറ്റിങ്സ്, ഇത് കണ്ടില്ല ഡൈനിങ്, ഇതൊക്കെ ഇതിനോട് മാച്ചായിട്ടുള്ള എല്ലാ സംഗതികളും നമുക്ക് 1 by 1 ആയിട്ട് ഇതിൽ തന്നെ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കിത് ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് വേണ്ടിയ എല്ലാ സംഗതികളും അതുമായിട്ട് മാച്ച് ചെയ്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടുക അവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ലൈറ്റിംഗ് അടക്കം ഇപ്പം മുമ്പിലുള്ള ലൈറ്റിംഗ് ആണ്, പക്ഷെ അതൊക്കെ പുതിയ ടൈപ്പിലാണ്, പഴയ ഡിസൈനല്ല, ഒന്നുകൂടി മാറ്റം വരുത്തി നല്ല ഉഷാർ ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തത്. ഇതിൻ്റെ ബ്രാൻഡിങ് ആണ് ഇവർ ചെയ്തു വെച്ച് കേട്ടോ. ഇതുവരെ ഒരു കളർ തീമിൽ സെറ്റ് ചെയ്യുന്ന കേട്ടോ. ചെറിയൊരു ആഷ് കളർ വിത്ത് ബ്ലാക്ക് കണ്ടില്ല നിങ്ങൾ. ഈ കളർ തീമാണ് ഈ ഒരു ഫേർണിച്ചറിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ തീം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫർണിച്ചർ വേണം, എന്തിങ്ങനെ ബെഡ്റൂമുകൾ വേണം, ഓഫീസ്, ഇതേപോലത്തെ സൗകര്യങ്ങൾ കണ്ടില്ല നിങ്ങൾ, സോഫ സെറ്റ്, ഇത് ആ കളർ തീമിൽ മാത്രം സെറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ടല്ലോ, മൊത്തം കേട്ടൻ ഉൾപ്പെടെ. അങ്ങനെ നമ്മൾ ഇതേപോലെ തന്നെയാണ് അവിടെയും തോന്നും. നമുക്ക് ആ ലൈന് മൊത്തം ഇതേപോലെ കറങ്ങാം. ഒരു മിനിമം ഒരു 10 ദിവസം എടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും ഇവിടെ വന്ന് ഒരു ഐഡിയ പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ശരിക്കും നമുക്ക് മിനിമം ദിവസങ്ങൾ വേണം ഇതെല്ലാം കണ്ട് ഓരോരോ ഭാഗങ്ങൾ, ഓരോ ഫ്ലോറ്, ഓരോ ദിവസങ്ങളിൽ നമ്മൾ കയറി ശരിക്കും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനും കംഫർട്ടായിട്ടുള്ള സംഗതികളും പൈസയും സേവ് ചെയ്യുക കേട്ടോ ഈ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് എത്തിയിട്ടോ, മറ്റൊരു ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ ഫ്ലോറിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെ നമ്മൾ രാജകീയമായ കസ്റ്റമൈസ് സംഗതികളാണ്. നമ്മൾ ഓരോ ഫ്ലോറ് കയറുന്നതിനനുസരിച്ച് കുറച്ചുകൂടിയും കസ്റ്റമൈസായ സംഗതികൾ, കാര്യങ്ങൾ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. രാജകീയമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റമൈസ് ചെയ്തിട്ട് വീടുണ്ടാക്കുന്ന സംഗതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരുപാട് നമ്മൾ പണ്ട് കണ്ട ഐറ്റംസ് തന്നെയാണ്. ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി പിയാനോ ഒക്കെ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പഴയ കാലത്തെ ഓർമ്മ വരും അല്ലേ ശരിക്കും. അതല്ലാതെ ഇന്ന് പുതിയ കാലത്തതാണ് നമുക്ക് ഒരിക്കലും തോന്നൂല. അപ്പോൾ ഇത് വൈറ്റ് കോൺസെപ്റ്റിലിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് ഒരു വൈറ്റ് ആ ടൈപ്പിലുള്ള സംഗതികളാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് മുകളിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മളെ ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഫർണിച്ചർ മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും തീരൂല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല ഇവിടുത്തെ അപ്ഡേഷനുകൾ. അപ്പോൾ ഓരോ അപ്ഡേഷനും കാണാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ഇവിടുത്തെ മാറ്റങ്ങളെപ്പറ്റി നമുക്കറിയാൻ ശരിക്കും കഴിയും. ഇതൊരു ബ്രാൻഡാണ് എയർടി. ഇതൊക്കെ നമ്മൾ ഇതേ ഡിസൈനിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ശരിക്കുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ. ഫുൾ ഫർണിച്ചർ ഒരേ സെറ്റിൽ വരുമ്പോൾ ഇവരിങ്ങനെ കണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേറെ വൈക്ക്, ഞാൻ വേറെ വൈക്ക്, ഷൂട്ടിങ് അത്രയും വലിയൊരു ലോകമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നടന്ന് ഓടിക്കാണല്ലേ.